ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും ഇസ്രായേൽ ചരിത്രവും പ്രവചന പഠനവും 186 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിനു മഹത്വം. എനിക്ക് ഒരാഴ്ച ക്ലാസ് എടുക്കാനായിട്ട് പറ്റാത്ത ശാരീരിക അസ്വസ്ഥതകളും സംസാരിപ്പാൻ പ്രയാസവുമായിരുന്നത് കൊണ്ടാണ് അനവധി ആളുകൾ വിളിച്ചു. ഇപ്പോൾ അല്പമായ ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിനു മഹത്വം. ദാവീദ് തന്നോട് കൂടെയുള്ളവരെ എണ്ണി നോക്കി. ഇത് ദാവീദിന്റെ ജീവിതത്തിലെ ഒരു മൂന്നാമത്തെ വലിയ പാപമാണ്. ഒന്ന്, പെട്ടകം കാളവണ്ടിയെ കയറ്റി ഉരിയാവിനെ കൊന്നു. മൂന്നാമത്തേത്, സാത്താൻ തോന്നിപ്പിച്ചു. അവിടെ പ്രത്യേകിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയും എണ്ണി നോക്ക, വിരോധമായി സാത്താൻ തോന്നിച്ചു. 1 വൃത്താന്തം 21:1. നമുക്ക് വരുന്ന തോന്നലുകളെല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ള ഏതെങ്കിലും തോന്നൽ വരുമ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് ദൈവവചനത്തിൽ അതിനകത്ത് വല്ല തെളിവുണ്ടോ എന്ന് നോക്കണം. അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. യോവാസ് എന്ന ഭൃത്യന് ഒരല്പം ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നു, മഹാരാജാവേ, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ രാജാവിൻ്റെ കൽപ്പന അനുസരിക്കണം. അതങ്ങനാണ്. ദാവീദ് എണ്ണാൻ നോക്കിയത് തൻ്റെ അംഗബലം, തൻ്റെ രാജ്യത്തിൽ എത്ര പേരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉള്ളൊരു ചിന്താഗതിയായിരുന്നു. അത് തെറ്റാണെന്ന് ആർക്കും ചിന്തയില്ല. പക്ഷേ സാത്താൻ തോന്നിപ്പിച്ചു. രാജാവിനെ ആ കാര്യത്തിൽ വശമ്മതനാക്കി. എന്നാൽ ഇതിനകത്തൊരു ആത്മീയ കാര്യമുണ്ട്. ഇസ്രായേലിന്റെ കണക്കെടുക്കുമ്പോൾ 20 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും അര ശേക്കേൽ മന്ദിരത്തിന്റെ തൂക്കപ്രകാരം അവിടെ വെള്ളി കെട്ടിവെക്കണം. അതാണ് അവിടുത്തെ പ്രമാണം. അര ശേക്കൽ കൊടുത്തേ പറ്റൂ. 2 ശോമേൽ 18:1 എണ്ണിയതാണ്. അവിടെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പക്ഷെ ഇവിടെ ദൈവ മന്ദിരത്തിന്റെ തൂക്കപ്രകാരം ശേക്കേൽ വെള്ളി കെട്ടിയവനും കൊടുക്കാത്തവനെയും എല്ലാം ഇസ്രായേൽ ഗണത്തിൽ എണ്ണി. അവിടെയാണ് പരാജയമുള്ളത്. എന്ന് പറഞ്ഞാൽ ധനവാനായിരുന്നാലും ദരിദ്രനായിരുന്നാലും വീണ്ടെടുപ്പിന്റെ വിലയായിരിക്കുന്ന അര ശേക്കൽ വെള്ളി കൊടുത്തേ പറ്റൂ. അത് നിയമമാണ്. പക്ഷെ കുറച്ച് നാൾ ആത്മീയമായ കാര്യങ്ങൾ അതപ്പതിച്ചിരുന്നപ്പോൾ കുറച്ചു പേര് കെട്ടി, കുറച്ചു പേരെ അത് കൊടുക്കാതെ അങ്ങനെ ഇരുന്നു. ഇവരെല്ലാം എണ്ണി. നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയ സ്ഥിതി നോക്കാം. അല്ല, ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രമാണത്തിൽ ജീവിക്കുന്നവനെയും പ്രമാണത്തിൽ നിന്നും വിട്ടുമാറിയവനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലം വന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അത് കാഹളനാദം കേൾക്കുമ്പോൾ അറിയാം പ്രമാണത്തിൽ ജീവിച്ചവൻ ആരാണ്, പ്രമാണത്തിൽ ജീവിക്കാത്തവരാരാണെന്ന്. ഗോതമ്പിൻ്റെ കൂടെ കളയും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക, കൊയ്ത്തോളം നിർത്തിയേക്കുകയാണ്. കൊയ്യുമ്പോൾ അറിയാം
ആരൊക്കെ യേശുവിൻ്റെ വരവിൽ പോകുമെന്ന്. ഇന്ന് യേശുവിൻ്റെ ക്രൂശ് മരണമോ യേശുവിൻ്റെ വരവോ പ്രസംഗിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. കേൾക്കാൻ ഇഷ്ടമില്ല. വേറെ നല്ല കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കത്തക്കവണ്ണം വല്ലതും ഉണ്ടോന്നാ ചിന്തിക്കുന്നത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശുവിൻ്റെ വര അടുത്തിരിക്കുന്നു എന്നും കൂടെ ഇടയ്ക്ക് ഒന്ന് ഓർപ്പിക്കുന്നു. 2 ശമൂവേൽ 24:9 അവർ കഷ്ടപ്പെട്ട്, ചുരുക്കം പറഞ്ഞാൽ എല്ലാത്തിനെയും എണ്ണി, വീണ്ടെടുപ്പ് വില കൊടുത്തവന്റെ എണ്ണി, വീണ്ടെടുപ്പ് വില കൊടുക്കാതെ നടന്നവനെയും എണ്ണി. എണ്ണം കഴിഞ്ഞപ്പോഴാണ് ദാവീദിന് കുറ്റബോധം ഉണ്ടാകുന്നത്. ഈ പലരുടെയും ജീവിതത്തിലെ പാപം ചെയ്യുന്നതിന് മുമ്പേ പാപമാണെന്നുള്ള കുറ്റമൊന്നും കാണാറില്ല. പക്ഷെ നിയമരഹിതമായി എണ്ണിയപ്പോഴേ അതിൻ്റെ 9-ാമത്തെ വാക്യം, തൻ്റെ ഹൃദയം കുത്തുകൊണ്ടു. അടുത്ത് പറയുന്നത്, ഞാനീ ചെയ്തത് മഹാപാപമാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടായത്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, പാപം ചെയ്ത ശേഷം കുറ്റബോധം ഉണ്ടാകുന്നതുകൊണ്ട് പാപത്തിന് ക്ഷമ കിട്ടുമെന്നൊന്നും ആരും കണക്കൂട്ടണ്ട. പാപം ചെയ്താൽ അവൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കുക. എന്നാൽ അവന് ആ പാപത്തിൽ നിന്നുള്ള മരണത്തിൽ നിന്നും ഒരു രക്ഷ കിട്ടിയെന്നേ ഉള്ളൂ. എന്നാൽ അവൻ ചെയ്ത പാപം, രാജാവായിരുന്നാലും അടിമയായിരുന്നാലും ഉടമയായിരുന്നാലും ആരായിരുന്നാലും, അവനവന് ലോകത്തിൽ ചെയ്യുന്ന പാപത്തിന് അവന് ശരീരത്തിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. വിടുതൽ കിട്ടിയെന്നും പറഞ്ഞ് ആരും സന്തോഷിക്കണ്ട, പാപത്തിന് ക്ഷമ കിട്ടിയെന്നും വിചാരിച്ച് ചിന്തിക്കണ്ട. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നാം ചെയ്യുന്ന പാപം നമ്മുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയേ പറ്റൂ. നിത്യത നമുക്ക് നഷ്ടപ്പെടാതെ ആ പാപത്തിൽ നിന്നും പ്രായശ്ചിത്തമായി കുറ്റബോധത്തിന്റെ കെയറോവിൽ നിത്യത നഷ്ടപ്പെട്ടു പോകുകയില്ല. എന്നാൽ ശരീരത്തിൽ അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അവനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹോവയായ ദൈവം ഇതാ ഗാദെന്ന് പ്രവാചകനെ പറഞ്ഞിരിക്കുന്നു. ഈ പ്രവാചകന്മാര് എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പ്രോഗ്രാമുള്ള പ്രവാചകന്മാരല്ല, അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാരാണ്. അവർ രാവിലെ പ്രാർത്ഥിക്കും, ഞാൻ അങ്ങോട്ടാ പോകേണ്ടത്. അത് രാജാവായിരുന്നാലും ചക്രവർത്തി ആയിരുന്നാലും മുഖം നോക്കി പറയും. ഇതാ 2 ശമൂവേൽ 24:11 ദാവീദ് നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ മുമ്പിൽ ഗാദ് എന്ന പ്രവാചകൻ ദൂതുമായി വന്നിരിക്കുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആരെ വേണമെങ്കിലും മറയ്ക്കാമെങ്കിലും മഹാദൈവത്തെ മറയ്ക്കാൻ പറ്റിയേല. അടുത്ത ദിവസം ഗാദിന്റെ പ്രവചനവും ശിക്ഷാവിധികളെ പറ്റിയുള്ള കാര്യങ്ങളും ദാവീദിനോട് ചർച്ച ചെയ്യുന്നത് ചിന്തിക്കാം. എന്നും പ്രാർത്ഥിക്കുന്ന എന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിലെ ഒരു ഉണർവ് ഉണ്ടാകും. ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നു, 10,000 പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അതിലംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.